ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുലൂസൻ പത്തൂസ് വേൾഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് കാപ്പിച്ചിനോ ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ്. ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കടക്കാം. കുറച്ച് വെള്ളം, കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റിൻ്റെ കോഫി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പഞ്ചസാര, പാല്. ഇൻസ്റ്റൻറ്റിൻ്റെ കോഫി പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇതന്നെ എടുക്കാൻ. ഫസ്റ്റ് തന്നെ ഞാനിവിടെ നമുക്ക് അതിനാവശ്യമുള്ള ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിതാ ഇവിടെ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ, 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറിന് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത്. ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് വരും. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 3/4 ടേബിൾ സ്പൂണ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നല്ലവണ്ണം ഇടിച്ചു കൊടുക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒരു മിൽക്ക് ഫ്രോസ്റ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ വിസ്ക് കാണിച്ചാൽ ഒരു വലിയ പാത്രത്തിലേക്ക് ചെറിയൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ആക്കാൻ പറ്റും. അപ്പം ബീറ്റർ കാണിച്ചാൽ ബീറ്ററിൻ്റെ ഒരു ബ്ലേഡ് ഇട്ടിട്ട് അടിക്കുക. പിന്നെ ഇതിനെക്കൊണ്ട് അടിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ് ഇത് നമുക്ക് ആയി കിട്ടാൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഞാൻ സ്പൂണ് വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലോണം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലായി കിട്ടണം. അപ്പോൾ നമ്മുടെ ക്രീം നല്ലവണ്ണം ആയിട്ടുണ്ടെന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ആയി കിട്ടണം. ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നമ്മുടെ മിൽക്ക് ഫ്രോസ്റ്റർ ഉപയോഗിച്ച് നമ്മുടെ പാല് നല്ലവണ്ണം അടിക്കുകയാണ്. അപ്പോൾ നല്ല ചൂടോട്ട് അടിക്കുകയാണെങ്കിൽ പത കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പാലിൻ്റെ പദം നല്ലോണം ഒന്ന് കിട്ടണം. നമുക്ക് പത വെച്ചിട്ടാണ് നമ്മളിത് കാപ്പിച്ചിനോ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പദം നമുക്ക് അതിനുശേഷം നമ്മൾ ഈ കാപ്പിച്ചിനോ സെർവ് ചെയ്യുന്ന കപ്പിലേക്ക് കപ്പോളം പാടിക്കാം. അതിനുശേഷം ഇതുപോലെ കുറച്ചെടുക്കുക. എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. അപ്പോൾ 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ നമുക്കിതെടുക്കാം. ഇതാ 3/4 പാലാക്കി അതിനുശേഷം കുറച്ചും കൂടി ഇവിടെ നമ്മുടെ കാപ്പിച്ചിനോ ഈ ഒരു കളറിലായിരിക്കും കിട്ടുക. ഞാൻ കുറച്ചും കൂടി ഇതിട്ട് കൊടുത്തിട്ടാണ്. അപ്പം നമ്മൾ നേരത്തെ അടിച്ചു വെച്ച പാലിന് പദം മാത്രം എടുക്കുകയാണ്. കാരണം അതിൽ പാല് കുടങ്ങിയാൽ നമുക്ക് ഡിസൈൻസിന്. അപ്പോൾ നിങ്ങൾ ടീസ്പൂണിനെ കൊണ്ട് തന്നെ
ഇത് ഡിസൈൻ ചെയ്യാൻ നോക്കുമ്പോൾ അത് മാത്രം ഇങ്ങോട്ട് എടുക്കുകയാണ്. നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ചെയ്യാം. എൻ്റെ അടുത്ത് ഇവിടെ ടൂത്ത് പിക്ക് ഇല്ല, കൊണ്ടുതാ ഞാൻ ഇതുപോലെ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പം ഞാൻ ആദ്യത്തെ മാതിരി തന്നെ ഒരു 1/2 കപ്പ് എടുത്ത് അതിന് ശേഷം കുറച്ചതാ ഇതെടുത്ത് അതിന് ശേഷം 3/4 കപ്പും കൂടി പാടിച്ച് എന്നുവെച്ചാൽ ടോട്ടൽ 3/4 കപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. 2-3 വട്ടം ഉണ്ടാക്കുമ്പോൾ റെഡിയാകും. ഞാനിതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഞാനിതാ ഇവിടെ വേറെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതാ പോലെ 2-3 ഡിസൈൻ ഒപ്പരം ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് തുടിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസൈന് പെർഫെക്റ്റ് ആയിട്ട് വരില്ല. കാബേജിനെ പുറത്തുനിന്ന് കഴിക്കാൻ വെച്ചാൽ അതേ ടേസ്റ്റിന് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി എടുക്കാൻ കഴിയും. അതുപോലെ ഉണ്ടാക്കിയെടുത്തതാണിത്. നിങ്ങൾ നിർബന്ധമായിട്ടും ട്രൈ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരികയെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ക്രീം കുറച്ച് ഉണ്ടാക്കി ഇങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ചാൽ ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്നമർത്തി ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇതുപോലെയുള്ള നല്ല വീഡിയോയും ഇനിയും കാണാം. അതുവരെ ബൈ.